കൊനിച്ചിവ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ക്യോത്തോയിൽ നിന്ന് ടോക്കിയോയിലേക്ക് തിരിച്ചു പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നൈറ്റ് ബസ്സിനാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ജപ്പാൻകാരുമായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഫോണിലാണ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ജോലിയുടെ വിസയുടെ കാര്യം അവരായിട്ട് സംസാരിച്ചു. അതിനുശേഷം ഒരു തീരുമാനം എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. നൈറ്റ് ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ബുക്ക് ചെയ്യാനുണ്ട് ബസ് രാവിലെ തന്നെ പോയിട്ട്. പിന്നെ നമ്മൾ ഇതിനിടയ്ക്ക് നരാ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മൾ കഴിഞ്ഞ വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബസ് കയറി. ചെറിയൊരു തെറ്റ് പറ്റിയിട്ട് ക്യോത്തോ സ്റ്റേഷനിലേക്ക് പോകേണ്ട ബസ്സിന് പകരം ബസ്സൊന്ന് മാറി കയറി. അങ്ങനെ ബസ് ടെർമിനലിലാണ് പോയി നിർത്തിയത്. പിന്നെ അവിടെ നിന്ന് ക്യോത്തോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കൊരു വർക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ലൈൻ കമ്പിയൊക്കെ ഇല്ലേ, ലൈൻ കമ്പിയാണോ കേബിളാണോ, അതിനൊരു കവറിങ് കൊടുക്കുകയാണ്. മഞ്ഞ പൈപ്പ് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അതിങ്ങനെ അവിടം വരെ നമ്മൾ കണ്ടില്ല, അവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ അത് ചെയ്ത് ഇങ്ങനെ വൃത്തിയായിട്ട് പോയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല എഫേർട്ടുള്ള പണിയായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടു ക്യോത്തോ സ്റ്റേഷനിലേക്ക് എത്താൻ പോവാണ്. നല്ല ചൂടുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്തവണ നമ്മൾ പൈസയാണ് ഇട്ടത്. 260 ജാപ്പനീസ് യെന്നാണ് നമുക്ക് ക്യോത്തോ വരെ വരാനായിട്ട് അഡൽസിന്. അതുപോലെ കുട്ടികൾക്ക് 120 ജാപ്പനീസ് യെന്നാണ്. അങ്ങനെ ക്യോത്തോ സ്റ്റേഷനിലെത്തി. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇങ്ങനെ വാട്ടർ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതിങ്ങനെ മുകളിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു തണുപ്പ് നമുക്ക് കിട്ടും കേട്ടോ. എന്നാൽ നമ്മൾ നനയത്തോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. സ്റ്റേഷൻ്റെ 1-2 ഔട്ടർ സൈഡുകളിലാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എല്ലാ സൈഡുകളിലൊന്നുമില്ല, എന്നാലും ആളുകളൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്ന 1-2 സൈഡുകളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്യോത്തോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിട്ട്, തൊട്ട് മുമ്പിൽ തന്നെയായിട്ട് നമുക്ക് ബസ് ബുക്ക് ചെയ്യാനുള്ളൊരു ഓഫീസുണ്ട് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാഗ്യത്തിന് ചീപ്പായിരുന്നു കേട്ടോ. 3600 ജാപ്പനീസ് യെൻ ആയിരുന്നു. അല്ലെങ്കിൽ 5000 അല്ല 4600 ടിക്കറ്റ് എടുത്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ 5000 ഒക്കെ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ചീപ്പായിരുന്നു 3600 എന്നുള്ളത്. അപ്പോൾ അന്ന് തന്നെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സീറ്റൊക്കെ നമുക്ക് ചൂസ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുറകിലത്തെ സീറ്റാണ് ചൂസ് ചെയ്തത്, 12A. അപ്പോൾ നമ്മളോട് കുറച്ച് സീറ്റുകളൊക്കെ പറഞ്ഞു. അപ്പം പുറകിലിരുന്ന് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തു. പിന്നെ നര പാർക്കിൽ പോകണമായിരുന്നു. അവിടെ പോയി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ നിന്ന് പിന്നെ വൈകിട്ടായി സന്ധ്യയായപ്പോഴാണ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്ന് ഓർക്കുന്നില്ല, നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത് കേട്ടോ. ക്യോത്തോയിൽ വെച്ച് കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ സ്റ്റേ ചെയ്തു. അവിടെ നിന്ന് രാവിലെ ആയിരുന്നു നരാ പാർക്കിലേക്ക് ഞാൻ പോയത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വിളിച്ച് ഹെൽപ്പ് ചെയ്യാനൊക്കെ. ഞാൻ ക്യാപ്സൂൾ റൂം തപ്പുന്ന സമയത്താണ് ചേട്ടാ എന്ന റൂമിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പോയത്. അപ്പോൾ ആളെ വീഡിയോയിൽ വരാനൊന്നും വലിയ താല്പര്യം കാണിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചില്ല. പിന്നെ പോകുന്ന സമയത്ത് ഞങ്ങൾ സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോയൊക്കെ എടുത്തു. പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയും കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കാണുമ്പം വീഡിയോയിൽ വരുവാണെങ്കിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. 10 മണിയോടെയാണ് ഞാൻ സ്റ്റേഷനിലേക്ക് എത്തിയത്. അത് ഭയങ്കര ടെൻഷൻ അടിച്ചാണ് വന്നത്. കാരണം അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ബസ്സൊന്നും തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടല്ലേ ഈ ക്യോത്തോയിൽ നിന്നിട്ട് ഇങ്ങനെയുള്ള ബസ് യാത്ര. നമ്പർ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. പിന്നെ അവിടുന്ന് സബ്സ്ക്രൈബറും ഞാനും അവനും എന്നെ വണ്ടി കയറ്റി വിട്ടു. അങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ ചെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ 7-ൽ കയറിയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ച് വെക്കണമല്ലോ. രാത്രി ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും നിർത്തുമെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ കാര്യം അവതാളത്തിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കയറുന്നുണ്ട്. അതുപോലെ ഒരു USB കേബിൾ മേടിക്കണം. അങ്ങനെ ഇവിടെ 7-ൽ പഴമൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പഴം, പിന്നെ കോൺ ആൻഡ് മയണൈസ്, അതുപോലെ ഒരു സ്നാക്ക് മേടിക്കുന്നുണ്ട്. 3-4 വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉറക്കമില്ലാതെ വന്നാൽ സ്നാക്സ് കഴിച്ചുകൊണ്ട് എഡിറ്റൊക്കെ ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ട് മേടിച്ചാണ്. യാത്ര പോകുമ്പോഴാണ് ഇങ്ങനെ സ്നാക്സൊക്കെ കഴിക്കാനുള്ളൊരു ടെൻഡൻസി എനിക്ക് വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. വീട്ടിലൊന്നും മേടിച്ച് വെക്കാറുമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ 7-ൽ നിന്ന് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ക്യോത്തോയുടെ സ്റ്റേഷൻ്റെ അകത്തോടെ തന്നെ നമുക്ക് ഇറങ്ങിപ്പോകാം. ഞാൻ പുറത്തോടെ ആ സൈഡിൽ കൂടെ ചെറിയ ഡോറിൽ കൂടെയാണ് കയറിയത്. അപ്പോൾ നോക്കിയാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ക്യോത്തോ സ്റ്റേഷൻ രാത്രിയാകുമ്പോൾ എന്തൊരു ഭംഗിയാണ്. പകൽ ഇത് ഇങ്ങനെയായിരുന്നു കേട്ടോ. പ്രത്യേക ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പം രാത്രി ഞാൻ ഇതുപോലെ ലേറ്റ് നൈറ്റ് പണ്ടൊക്കെ വന്ന് നിന്നിട്ടുണ്ട്. ഇപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞോടെ തിരക്ക് ഭയങ്കര കുറവാണ്. അല്ലെങ്കിൽ ഇതിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒത്തിരി ആളുകൾ പോകുന്നുണ്ടായിരിക്കും, ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ ഇവിടെ നല്ല ശാന്തമായിട്ടുള്ളൊരു സ്റ്റേഷൻ കൂടിയാണ് കേട്ടോ. നേരെ നോക്കുമ്പോൾ ക്യോത്തോ ടവറിൻ്റെ കുറച്ച് ഭാഗമൊക്കെ കാണാം. അപ്പോൾ എന്തായാലും JR അതായത് JR 2-ൽ നമ്മൾ ബസ് നോക്കിക്കണമായിരുന്നു കേട്ടോ. അവിടെയായിരുന്നു ബസ് നമ്മുടെ ഡിപ്പാർച്ചർ. അപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ബസ്സൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അതിന് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ടാണ് ബസ് വന്നത്. അങ്ങനെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ബസ്സിൻ്റെ മിഡിൽ കൂടെയാണ് കേട്ടോ നമ്മൾ കയറി പോകുന്നത്. അതുപോലെ താഴെ ഭാഗത്ത് കുറച്ച് പേർക്ക് ഇരിക്കാം, മുകളിലും ഉണ്ട് കേട്ടോ. അങ്ങനെയാണ്. നമ്മൾ വന്ന ബസ് അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ താഴെ ഫുള്ള് ലഗേജ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡിപ്പാർച്ചറിന് 20 മിനിറ്റ് മുന്നേ നമ്മളിവിടെ വന്ന് നിൽക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത്രയും ചീപ്പ് ടിക്കറ്റ് റേറ്റ് ആയതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ടിക്കറ്റ് എടുത്താൽ വന്ന് കയറിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് താമസിച്ച് പോയതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ബസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ബസ് കയറുവാണ്. ഉള്ളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ബസ്സുണ്ടല്ലോ, അതിലും കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ഉണ്ട്. കാലൊക്കെ വെക്കാനായിട്ട് നല്ല സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് കാല് നീട്ടി നിവർത്തിയൊക്കെ വെക്കാം. പിന്നെ അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒറ്റപ്പെട്ടൊക്കെ ആയിരുന്നു ഇരിക്കുന്നത്.
അതങ്ങനെ അവർ ടിക്കറ്റിന് ഇത് കൊടുത്താണോയെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഒത്തിരി സ്ഥലമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് 2 സീറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. അങ്ങനെയായിരുന്നു. പിന്നെ കർട്ടൻ മാറ്റി കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കർട്ടൻ അടയ്ക്കാൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കർട്ടനൊക്കെ അടച്ചിട്ടു. അതുകൊണ്ട് പുറത്തെ അധികം വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കോൺ ആൻഡ് മയണൈസ് അതൊക്കെ കുറച്ചായിട്ട് കഴിച്ചു. വെള്ളം കുടിച്ചു. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങാം. പിന്നെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതിനൊക്കെ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരുന്നു. നല്ല സൗകര്യമുള്ളൊരു ബസ്സായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നതിനെക്കാട്ടിലും കുറച്ച് അതുപോലെ നമുക്ക് കുലുക്കങ്ങൾ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് നല്ല ഫ്രീ ആയിട്ട് പോകാൻ പറ്റി, നല്ല യാത്ര ചെയ്യാൻ പറ്റി. സ്നാക്കും വെള്ളമൊക്കെ അവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പകൽ നമ്മൾ നൈറ്റ് ബസ്സിൽ വന്നപോലെ തന്നെ 3 സ്റ്റോപ്പുകളിലായിട്ട് രാത്രിയും ബ്രേക്കിന് വേണ്ടിയിട്ട് നിർത്തുട്ടോ QK. അപ്പം അങ്ങനെ ആദ്യത്തെ QKക്ക് വേണ്ടി ഇറങ്ങാൻ പോവാണ്. നമ്മുടെ പെട്ടിയുടെ ചോട്ടിലാണ് ടൈമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. 11:55 ബസ് എടുക്കും. അതിന് മുന്നേ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നമുക്ക് കേബിളൊക്കെ മേടിക്കണമായിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ട് പോയി. സ്ഥലം മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ഒന്ന് എടുത്ത് വെച്ചു കേട്ടോ. കാരണം നമ്മൾ കറങ്ങി ചുറ്റി വരുമ്പോഴത്തേക്കും സ്ഥലങ്ങൾ മാറിപ്പോയാലേ അത് പണി കിട്ടുമല്ലോ, അത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ നേരെ അവിടെ കണ്ട ഒരു കൺവീനിയൻസ് സ്റ്റോറിലേക്ക് ചെന്നു. അവിടെ ഞാൻ കേബിൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എനിക്ക് കേബിൾ കിട്ടി കേട്ടോ. മറ്റേ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ അത് മേടിച്ചു. അപ്പോൾ സമാധാനമായി. അപ്പോൾ ബസ്സിൽ ചാർജ് ചെയ്തിടാമല്ലോ. എൻ്റെ ഫോണിന് ചാർജ് ഭയങ്കര കുറവായിരുന്നു, എത്രയോ 10-15% ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്, ആർക്കെങ്കിലും ടെക്സ്റ്റ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചാർജ് വേണമല്ലോ. അങ്ങനെ തിരിച്ച് ബസ് കിടക്കുന്ന സ്ഥലത്തേക്ക് വരുവാണ്. അപ്പം ഇതിന് മുമ്പേ ഒരു ബസ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അത് വന്ന് പോയി. നമ്മുടെ ബസ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 5 മിനിറ്റ് ഉള്ളായിരുന്നുള്ളൂ. 5 മിനിറ്റിന് മുന്നേ ഞാൻ വന്നു. കുറച്ച് പേരൊക്കെ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു, അവരും കയറി 5 മിനിറ്റിനുള്ളിൽ കയറിപ്പോയി. ഞാനാണ് പിന്നെ ലാസ്റ്റ് വന്നു. നമ്മുടെ ലഗേജാണ് അവിടെ ഒന്നാമതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നേരെ പോയിട്ട് ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങണം കേട്ടോ. അടുത്ത 2 ബ്രേക്ക് ടൈമിന് ഞാൻ ഇറങ്ങിയില്ല, നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ രാവിലെ 5:50 നമ്മൾ കറക്റ്റ് ഷിഞ്ചുക്കു എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബസ്സാണ് ഈ കിടക്കുന്നത്. അങ്ങനെ അവിടുന്ന് ലഗേജും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു കേട്ടോ. പിന്നെ എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ആലോചനയിലായിരുന്നു. അപ്പോൾ എനിക്കൊരാളെ മീറ്റ് ചെയ്യാനുണ്ടെന്ന്, ടോക്കിയോയിൽ വെച്ചാണ് മീറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് റോബിൻ ചേട്ടൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ഒരുപാട് മുന്നേ നമ്മൾ ചെയ്തൊരു വീഡിയോസിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് റോബിൻ ചേട്ടനും റോബിൻ ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റും ഒക്കെ. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് ഒന്ന് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കുക. ടോക്കിയോയിൽ എപ്പോഴാണ് ആൾ വരുന്നത്, ആളെ ഒന്ന് മീറ്റ് ചെയ്യുക, അങ്ങനെയുള്ളൊരു ഇതിലൊക്കെ ആയിരുന്നു കേട്ടോ. ജോലിക്കാര്യം വിസയുടെ കാര്യമൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ജാപ്പനീസിനെ പരിചയപ്പെട്ടു. ആൾ ഫുക്കുഷിമയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ ക്യോത്തോയിൽ നിന്നാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പം ഒസാക്ക നോമോ എന്ന് ചോദിച്ചു, മദ്യവയ്ക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. എന്നാലും ഗിഫ്റ്റായിട്ട് ഈ ഒരു സാധനം തന്നു കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ച് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നല്ല കമ്പനിയായി. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു ഗിഫ്റ്റായിട്ട് കുടിക്കുന്ന എന്തോ ഒരു സാധനം തന്നു. അത് പാലാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാൻ പിന്നെ അത് നോക്കിയില്ല കേട്ടോ, അത് മേടിച്ച് വെച്ചു. പിന്നെ ഞങ്ങൾ സംസാരിച്ചു, കുറേ നേരം സംസാരിച്ചു. ഇനി എപ്പോഴെങ്കിലുമൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് പിരിഞ്ഞു കേട്ടോ. പുള്ളി അങ്ങനെ ബായ് ഒക്കെ പറഞ്ഞു പോയി. അങ്ങനെ പിന്നെ എനിക്കിനി ഷിഞ്ചുക്കു സ്റ്റേഷനിൽ നിന്ന് നേരെ ട്രെയിൻ കയറി റോബിൻ ചേട്ടൻ്റെ അടുത്തേക്ക് പോകണം, അതിനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്കലേറ്റർ വഴി താഴത്തേക്ക് ഇറങ്ങി ഷിഞ്ചുക്കു സ്റ്റേഷന് മുമ്പിലെത്തി. ഇവിടെ നമ്മൾ ക്രോസ് ചെയ്ത് 13ാമത്തെ പ്ലാറ്റ്ഫോം നമ്പറിലാട്ടോ പോകേണ്ടത്. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞായിരുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും തിരക്കേറിയ സ്റ്റേഷനുകളിലൊന്നാണ് ഷിഞ്ചുക്കു സ്റ്റേഷൻ. അപ്പോൾ അതിൻ്റെ ക്രോസിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. ഒരുപാട് ആളുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നതൊക്കെ ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ സീബ്ര ലൈനിൽ കൂടെയാണ് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് ആളുകളൊന്നും ഇല്ലായിരുന്നു, എന്നാലും എപ്പോഴും തിരക്കോടുകൂടി കുറേ ആളുകൾ ഒരുമിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വെയിലും ഉണ്ടായിരുന്നു. ഇനി ഭയങ്കര തിരക്കാണ്, നമുക്കിങ്ങനെ ലഗേജൊക്കെ ആയിട്ട് കുറച്ച് ടഫാണ് വീഡിയോ ഒക്കെ എടുത്ത് പോകാൻ. അപ്പോൾ നമുക്ക് പോകാനുള്ള വഴി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് ലഗേജൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ എടുത്ത് പോകാനായിട്ട് പറ്റി. ആളുകളിങ്ങനെ സൈഡിൽ കുടയൊക്കെ ചൂടി ഒത്തിരി പേര് പോകുന്നുണ്ടായിരുന്നു. കുറേ പേര് ഓടി പോകുന്നുണ്ട്. സിഗ്നൽ തീരാറാകുമ്പോഴത്തേക്കും ആൾക്കാർ ഭയങ്കര ഓട്ടമാണ്, ഓടി അപ്പുറം കിടക്കാനുള്ള ഒരു പരിപാടിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ നമുക്കിനി ഞാൻ സൂയിക്ക കാർഡ് എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലാണ് വെച്ചത്, അത് പെട്ടിക്കകത്താണ്. നമുക്ക് കിപ്പാണ് എടുക്കേണ്ടത് ടിക്കറ്റായിട്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ റേറ്റിലെടുത്തിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. എക്സ്ട്രാ പേയ്മെൻ്റ് അല്ല, ആക്ച്വലി നമുക്കാവുന്ന പേയ്മെൻറ്റിൻ്റെ 160 കുറച്ചിട്ട് ബാക്കിയുള്ള പൈസയാണ് നമ്മളവിടെ പേ ചെയ്യേണ്ടത്. അങ്ങനെ കിപ്പ് ഇവിടെ നിന്ന് എടുത്തു. അങ്ങനെ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് 13ാം നമ്പറിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന്. ഞാൻ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി നമുക്ക് മാറിപ്പോണ്ടല്ലോ, ലഗേജുമായിട്ട് പോകുമ്പോൾ ഇനി വഴി തെറ്റുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇതും കൊണ്ട് നടക്കണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ചില സ്ഥലത്തൊക്കെ നമ്മൾ സ്റ്റെപ്പ് കയറേണ്ടി വരും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ഞാൻ എലിവേറ്റർ തപ്പി നടന്നു. ഒടുവിൽ എലിവേറ്റർ കിട്ടി കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്കൊരു മുത്തശ്ശൻ അങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നു, ആ കൂടെ ഞാനും കയറാമെന്ന് വിചാരിച്ചു. ലഗേജൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ടോക്കിയോയിൽ നിന്ന് വരുമ്പോൾ എലിവേറ്റർ കാണാറേ പോലും ഇല്ല, എവിടെയാണെന്ന് പോലും അറിയത്തില്ല, യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത്യാവശ്യം ആയതുകൊണ്ട് അതിനകത്ത് തന്നെ കയറി അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുവാണ്. പിന്നെ ഒരുപാട് സമയ വ്യത്യാസമൊന്നും ഇല്ലാതെ ട്രെയിൻ വരുന്ന ഒരു സ്റ്റേഷനാണ് കേട്ടോ നമ്മുടെ ഷിഞ്ചുക്കു സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. 10 മിനിറ്റിനുള്ളിലൊക്കെ എന്തായാലും ട്രെയിൻ ഉണ്ടാകും.
അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. നമ്മളെപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലെ ഫോണിൽ നോക്കി ട്രെയിനും കാര്യങ്ങളും പ്ലാറ്റ്ഫോം നമ്പറൊക്കെ നോക്കും. എൻ്റെ നെറ്റ് ഭയങ്കര സ്ലോ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രെയിനിൽ കയറി. എനിക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ബാഗൊക്കെ ഉണ്ടല്ലോ കയ്യിൽ, ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സൈഡിൽ ഒതുങ്ങി നിന്നു. അങ്ങനെ പിന്നെ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്തോറും അവിടെ കാണുന്ന കാഴ്ചകൾ വ്യത്യാസമാണ്. നല്ല ഭംഗിയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. കാണുമ്പോൾ തന്നെ മനസ്സിന് സുഖമാണല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ നിന്നു. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ ഇറങ്ങി റോബിൻ ചേട്ടൻ്റെ അടുത്തേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സ്റ്റേഷനിൽ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണയൊക്കെ. അപ്പോൾ എനിക്ക് ഏകദേശം അറിയായിരുന്നു പോകാനൊക്കെ. സ്റ്റേഷൻ്റെ നെയിം മറന്നുപോയായിരുന്നു കേട്ടോ, അപ്പോൾ ചേട്ടൻ പറഞ്ഞു തന്നു. അങ്ങനെ പിന്നെ ഈ ഗുഡ്സൊക്കെ ആയിട്ട് പോകുന്ന ഒരു ട്രെയിൻ കണ്ടു കേട്ടോ. നല്ല സ്പീഡിൽ അതങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ട്രെയിനുകൾ പോകുന്ന പൊതുവെ നമ്മൾ കാണാറില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എക്സിറ്റ് ആയാൽ മതി. അപ്പോൾ താഴെ പോയിട്ട് എലിവേറ്ററിൽ കയറി താഴെ പോകണം. എന്നിട്ട് നമ്മുടെ കിപ്പ് ഇടുക, ബാക്കി പൈസ നമുക്ക് എത്രയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അത് ഇടുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കിപ്പ് തിരിച്ച് കിട്ടും. അത് എക്സിറ്റ് ആവുന്ന അവിടെ ഇടുക, അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ് പരിപാടി. അപ്പോൾ നമുക്ക് എമൗണ്ട് ഒന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് ഈ ഏറ്റവും ചെറിയൊരു റേറ്റിന് കിപ്പ് എടുക്കുക, എന്നിട്ട് എക്സിറ്റ് ആവുന്ന അവിടെ ചെല്ലുമ്പോഴത്തേക്കും എമൗണ്ട് അങ്ങനെ പേ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബസ് സ്റ്റേഷനുണ്ട്. അപ്പോൾ നേരെ തന്നെ നമുക്കൊരു മെക്ഡൊണാൾഡ്സ് കാണാനായിട്ട് പറ്റും കേട്ടോ. നല്ല ചൂടാണ്, ആൾക്കാരിങ്ങനെ ബസ്സൊക്കെ കാത്തു വെക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ വന്നിട്ടുള്ള അതേപോലെയൊക്കെ തന്നെ, വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. 2 വർഷം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അതേ വൈബും അതേ സൈലൻസും എല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഈ നേരെ കാണുന്ന മെക്ഡൊണാൾഡ്സിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ, വൈഫൈ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ റോബിൻ ചേട്ടൻ്റെ കടയിലേക്ക് നടക്കുകയാണ്. കുറച്ച് നടക്കാനേ ഉള്ളൂ കേട്ടോ, ഇവിടുന്ന് ഈ സ്റ്റേഷനിൽ കുറച്ചേ ഉള്ളൂ, നടന്നു പോകാവുന്നതേ ഉള്ളൂ. അങ്ങനെ പോകുമ്പോൾ കണ്ട കാഴ്ചകളാണ് ഇങ്ങനെ. വെള്ളം കണ്ടോ, ഇതിന് പുഴയാണോ കനാലാണോ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതിനോട് തൊട്ടടുത്ത് ചേർന്ന് തന്നെ റോബിൻസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ ലഗേജൊക്കെ വെച്ച് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ അവിടെ ചെന്നു. ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട്, ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഫുഡും മെനുവും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് മെനു ഒക്കെ ഇങ്ങനെ നോക്കി ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചോളാം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ചേട്ടൻ വന്നിട്ട് കഴിക്കാമെന്ന് ഓർത്ത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ എന്താ പറയുക, കുറച്ച് ജപ്പാൻകാരും ഇവരൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ അവരെല്ലാം പോയ സമയത്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത്. നമുക്ക് പൊറോട്ടയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അധികം നമ്മുടെ കേരള ടൈപ്പ് ഫുഡുകൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ ജപ്പാനിൽ കുറവാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ഫുഡുമാണ് റോബിൻസ് കിച്ചൺ. അപ്പോൾ എന്തായാലും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടും ഫുഡൊക്കെ കഴിച്ചു. എനിക്കും നല്ല ഡയറ്റ് ഫുഡായിട്ട് തോന്നി, എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, റൈസ് കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയി നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് കടയിൽ വന്നു കേട്ടോ. എന്നിട്ട് വീണ്ടും തിരിച്ചു പോവാണ്. ജോലിയും വിസയൊക്കെ ശരിയായിട്ട് ഞാൻ അപ്ഡേറ്റ്സുകളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.